വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 4 ആയിരുന്നു ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 5 ചർച്ച ചെയ്യും. അതോടുകൂടി നമ്മുടെ ക്ലാസ് 1 ഇംഗ്ലീഷ് പാഠഭാഗം ഇവിടെ തീരും. എന്നിട്ട് അടുത്ത വീഡിയോ മുതൽ നമ്മൾ ആക്ടിവിറ്റി ബുക്കിലെ നിങ്ങൾ ഓരോ യൂണിറ്റിൻ്റെയും ആക്ടിവിറ്റീസ് ഒരു വീഡിയോ ആക്കി നമ്മൾ ഇറക്കും. നമുക്ക് യൂണിറ്റ് 5ലോട്ട് കടക്കാം. റോബോ ദ റോബോട്ട് എന്നാണ് പാഠത്തിൻ്റെ പേര്. റോബോ ദ റോബോട്ട്. നോക്കാം. Zia and Robo were playing in the garden. Zia, where are you? Mother called. I am Robo Amma. I am with Robo Amma, she replied. Come here, dear, mother said. So, നമ്മുടെ സിയയും റോബോയും എന്താണ് were playing in the garden. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, ഇൻ ദ ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ. സോ സിയയും റോബോയും തൻ്റെ പൂന്തോട്ടത്തിൽ എന്തായിരുന്നു, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്താ സംഭവിച്ചത്? യെസ്, മദർ കോൾഡ്, അമ്മ വിളിച്ചു. എന്താണ്? സിയ വേർ ആർ യു? സിയ വേർ ആർ യു? വേർ ആർ യു എന്ന് പറഞ്ഞാൽ നീ എവിടെയാണ്. മദർ കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു, കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു, മദർ എന്ന് പറഞ്ഞാൽ അമ്മ. സോ അമ്മ സിയെ വിളിക്കുകയാണ്. സിയ വേർ ആർ യു, നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ഐ ആം വിത്ത് റോബോ അമ്മ. ഞാൻ റോബോയുടെ കൂടെയാണ്. ഐ ആം വിത്ത് കൂടെ. ഞാൻ ആരുടെ കൂടെയാണ്? റോബോയുടെ കൂടെയാണ് അമ്മ. ഷീ റിപ്ലൈഡ്. കം ഹിയർ ഡിയർ. അപ്പോൾ അമ്മ വിളിക്കുകയാണ്, പൊന്നു മോളെ നിൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയാണ്. കം ഹിയർ, ഇങ്ങോട്ട് വാ. ഡിയർ, പ്രിയപ്പെട്ട മകളായതുകൊണ്ട് മോളെ. മദർ സെഡ്, അമ്മ പറഞ്ഞു. അപ്പം ഹൂ ഈസ് റോബോ? ആരാണ് റോബോ? വൈ ഡിഡ് മദർ കോൾ സിയ? എന്തിനായിരിക്കും അമ്മ സിയെ വിളിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. യെസ്, എന്താ സംഭവിച്ചത്? സിയ, ഡിഡ് യു സീ ദ കീ? മദർ ആസ്ക്ഡ്. വിച്ച് കീ? ദ കീ ഓഫ് അവർ ഷെൽഫ്. മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ്. ഐ ഡിഡൻറ്റ് സീ ഇറ്റ്, സെഡ് സിയ. ദേ സെർച്ച്ഡ് എവ്രിവെയർ ബട്ട് ദേ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്. അപ്പം എന്താണ്? സിയ, ഡിഡ് യു സീ ദ കീ? നീ നമ്മുടെ താക്കോൽ, കീ എന്ന് പറഞ്ഞാൽ താക്കോൽ. സിയ, ഡിഡ് യു സീ, നീ കണ്ടിട്ടുണ്ടോ? സീ എന്ന് പറഞ്ഞാൽ കാണുക. ഡിഡ് യു സീ, നീ കണ്ടിട്ടുണ്ടോ? എന്ത്? ദ കീ, താക്കോൽ. മദർ ആസ്ക്, അമ്മ ചോദിച്ചു. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. വിച്ച് കീ, ഏത് കീ, ഏത് താക്കോൽ. വിച്ച് എന്ന് പറഞ്ഞാൽ ഏത്, കീ എന്ന് പറഞ്ഞാൽ താക്കോൽ. ദ കീ ഓഫ് അവർ ഷെൽഫ്, നമ്മുടെ ഷെൽഫിൻ്റെ താക്കോൽ. അലമാറയുടെ താക്കോൽ. ഷെൽഫ് എന്ന് പറഞ്ഞാൽ അലമാറ. കീ ഓഫ് അവർ ഷെൽഫ്, നമ്മുടെ അലമാറയുടെ താക്കോൽ. മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ്. എൻ്റെ പേഴ്സ് ഇൻസൈഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്താണ്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്ത്. ഐ ഡിഡൻറ്റ് സീ ഇറ്റ് സെഡ് സിയ. അപ്പോൾ സിയ എന്താ പറഞ്ഞത്? ഐ ഡിഡൻറ്റ് സീ ഇറ്റ്, ഞാൻ കണ്ടിട്ടില്ല. ദേ സെർച്ച്ഡ് എവ്രിവെയർ. ദേ സെർച്ച്ഡ്, അവർ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരയുക. എവ്രിവെയർ, എല്ലായിടത്തും. ബട്ട് ദേ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്, പക്ഷെ അവർക്കത് കണ്ടെത്താൻ സാധിച്ചില്ല. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. ദേ കുഡിൻറ്റ്, അവർക്ക് സാധിച്ചില്ല. എന്ത്? ഫൈൻഡ് ഇറ്റ്, കണ്ടെത്താൻ. വേർ വിൽ ബി ദ കീ, എവിടെയായിരിക്കും നമ്മുടെ താക്കോൽ? വിൽ ദേ ഫൈൻഡ് ദ കീ, അവർക്ക് കീ കണ്ടെത്താൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. റോബോ കം ഹിയർ, സിയ കോൾഡ് ദ റോബോ. ക്ലിക്ക് ക്ലാക്ക്, റോബോ വാക്ക്ഡ് ഇൻ. റോബോ, പ്ലീസ് ഫൈൻഡ് ദ കീ. ജസ്റ്റ് എ മിനിറ്റ്, സെഡ് റോബോ. ബീപ്പ് ബീപ്പ്, എ ലൈറ്റ് ഫ്ലാഷ് ഓൺ റോബോസ് സ്ക്രീൻ. അമ്മ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ദ കീ ഈസ് ഇൻ ദ ഡസ്റ്റ്ബിൻ. വാവ് റോബോ, യു ആർ സോ ഗുഡ്, മദർ സെഡ്. താങ്ക് യു മോം, റോബോ സ്മൈൽഡ്. അപ്പോൾ എന്താണ്? റോബോ കം ഹിയർ. അപ്പോൾ നമ്മുടെ സിയ എന്താണ്, തൻ്റെ റോബോട്ടിനെ വിളിക്കുകയാണ്. എന്നിട്ട് സിയ കോൾഡ്, സിയ വിളിക്കുക. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. റോബോയെ വിളിച്ചു. കം ഹിയർ, ഇവിടെ വാ. ക്ലിക്ക് ക്ലാക്ക്, അതാണ് നടക്കുന്നതിൻ്റെ സൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. റോബോ വാക്ക്ഡ് ഇൻ. റോബോ എന്ത് ചെയ്തു? ഉള്ളിലേക്ക് കയറി. വാക്ക്ഡ് ഇൻ, അതായത് സിയ വീടിനകത്തേക്ക് അമ്മ വിളിച്ചു, കീ അന്വേഷിക്കാൻ പറഞ്ഞു. അന്നേരം റോബോ പുറത്താണ്. അപ്പോൾ റോബോ വാക്ക്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറി. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുക, ഉള്ളിലേക്ക് നടന്നു. റോബോ പ്ലീസ് ഫൈൻഡ് ദ കീ. അപ്പം നമ്മുടെ സിയ റോബോനോട് പറയാണ്, പ്ലീസ് ഫൈൻഡ് ദ കീ. ഫൈൻഡ് ദ കീ എന്ന് പറഞ്ഞാൽ നീ കീ എന്ത് ചെയ്യണം? കണ്ടെത്തുക. പ്ലീസ് ഫൈൻഡ്, ദയവേത് ഫൈൻഡ് ദ കീ, നമ്മുടെ താക്കോല് കണ്ടെത്തണം റോബോ. ജസ്റ്റ് എ മിനിറ്റ്. അപ്പം നമ്മുടെ റോബോ വലിയ കൂളായിട്ട് പറയാണ്, എന്താണ്? ജസ്റ്റ് എ മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്, ഇപ്പം തരാം. അപ്പം എന്താ സംഭവിക്കുന്നത്? സെഡ് റോബോ പറഞ്ഞു. സെഡ് എന്ന് പറഞ്ഞാൽ പറയുക. ബീപ്പ് ബീപ്പ്. അപ്പം എന്താണ്? റോബോൻ്റെ സ്ക്രീനിൽ ഒരു ബീപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്. എ ലൈറ്റ് ഫ്ലാഷ്ഡ് ഓൺ റോബോ സ്ക്രീൻ. അപ്പോൾ റോബോൻ്റെ സ്ക്രീനിൽ എന്ത് ചെയ്തു? ലൈറ്റ് ഫ്ലാഷ് അടിക്കുക എന്ന് പറയില്ലേ, അതായത് കത്തുക, മിന്നുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലാഷ്ഡ് ഓൺ ദ റോബോ സ്ക്രീൻ. അമ്മ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ. അമ്മ, ലുക്ക്, നോക്കൂ. അറ്റ് ദ സ്ക്രീനിലേക്ക് നോക്കൂ. എന്താണ്? ദ കീ ഈസ് ഇൻ ദ ഡസ്റ്റ്ബിൻ. കീ എവിടെയുള്ളത്?
ഡസ്റ്റ്ബിന്നിലാണുള്ളത്. കീ ഈസ് ഇൻ ദ ഡസ്റ്റ്ബിൻ. ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, അറിയാമല്ലോ, ഡസ്റ്റ്ബിൻ. നമ്മളെ വേസ്റ്റ് എല്ലാം ഇടുന്ന ബിന്നിനെയാണ് ഡസ്റ്റ്ബിൻ എന്ന് പറയുക. അപ്പോൾ കീ എവിടെയുള്ളത്? ഈസ് ഇൻ ദ ഡസ്റ്റ്ബിൻ. നമ്മുടെ താക്കോല് ഉള്ളത് ഡസ്റ്റ്ബിൻ്റെ അകത്താണ്. വാവ് റോബോ, യു ആർ സോ ഗുഡ്, മദർ സെഡ്. അമ്മ അപ്പം എന്ത് പറഞ്ഞു? വാവ് റോബോ. അപ്പോൾ റോബോയെ നോക്കി അതിശയിച്ചിട്ട് പറയാണ്, വാവ് യു ആർ സോ ഗുഡ്, നീ അടിപൊളിയാണ്. യു ആർ സോ ഗുഡ്, നീ ഭയങ്കര നല്ലതാണെന്ന് പറയാണ്. ആൻഡ് താങ്ക് യു മോം, റോബോ സ്മൈൽ. അപ്പോൾ റോബോ എന്ത് ചെയ്തു? ചിരിച്ചിട്ട് പറയാണ് താങ്ക് യു മോം എന്ന് പറയാണ്. ഈസ് റോബോ ഹെൽപ്ഫുൾ ടു എവരി വൺ? റോബോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണോ? യെസ്, ഇവിടെ നമുക്ക് കീ കണ്ടെത്താൻ നമ്മുടെ റോബോ സഹായിച്ചു അല്ലേ? ഡു യു ലൈക്ക് ടു ഹാവ് എ റോബോട്ട് അറ്റ് ഹോം? നിങ്ങൾക്ക് ഒരു റോബോട്ടിൽ വീട്ടിലുണ്ടാകുന്നത് ഇഷ്ടമാണോ? നെക്സ്റ്റ് നോക്കാം. അങ്ങനെ റോബോയും സിയയും കൂടി എവിടേക്കോ പോവാണ്. നമുക്ക് നോക്കാം. റോബോ ആൻഡ് സിയ വെൻറ്റ് ഫോർ എ വാക്ക്. സൂൺ ഇറ്റ് സ്റ്റാർട്ട് റെയിനിങ്. അപ്പം എന്താണ്? റോബോ ഇറ്റ്സ് റെയിനിങ്, വാട്ട് വി വിൽ ഡു? സിയ ആസ്ക്. ജസ്റ്റ് എ മിനിറ്റ്. അപ്പോൾ സിയും റോബോയും കൂടി വെൻറ്റ് ഫോർ എ വാക്ക്. അവരൊരു ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ വേണ്ടിയിട്ട് പോയി. ആൻഡ് സൂൺ ഇറ്റ് സ്റ്റാർട്ട് റെയിനിങ്. പെട്ടെന്ന് എന്ത് തുടങ്ങി? മഴ പെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങി, റെയിൻ എന്ന് പറഞ്ഞാൽ മഴ. റോബോ ഇറ്റ് ഈസ് റെയിനിങ്. റോബോ മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് പറയാണ്. വാട്ട് വി വിൽ ഡു? നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കണം. അപ്പോൾ സിയ ആസ്ക്ഡ്. സിയ ചോദിച്ചു. ജസ്റ്റ് എ മിനിറ്റ്. അപ്പോൾ റോബോ പറയുന്നുണ്ട് ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. ഡു ദേ ഹാവ് എൻ അംബർല? അവരുടെ കയ്യിൽ അംബർല ഉണ്ടോ? ഇല്ലേ അല്ലേ? നമുക്ക് നോക്കാം. ഹൗ വിൽ റോബോ ഹെൽപ്പ് സിയ? ഇനി എങ്ങനെയായിരിക്കും നമ്മൾ റോബോട്ടായിട്ടുള്ള റോബോ സിയെ ഹെൽപ്പ് ചെയ്യുക? നെക്സ്റ്റ് നോക്കാം. അപ്പോൾ എന്താ നിങ്ങൾ കാണുന്നത്? യെസ്, എന്ത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ. റോബോയുടെ തല ഒരു അംബർലായിട്ട് മാറില്ലേ? ബും, റോബോ ബിക്കം എ ബിഗ് അംബർല. സിയ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ്. റോബോ യു ആർ സോ വണ്ടർഫുൾ. അപ്പോൾ ബും എന്ന് പറഞ്ഞിട്ട് റോബോ ബിക്കം എ ബിഗ് അംബർല. റോബോ എന്തായിട്ട് മാറി? ബിക്കം എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. ആയിത്തീർന്നത്? യെസ്, എ ബിഗ് അംബർല, ഒരു വലിയ കുടയായിട്ട് മാറി. എന്നിട്ട് എന്ത് സംഭവിച്ചു നോക്കി? സിയ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ്. സിയ എന്ത് ചെയ്തു? ക്ലാപ്ഡ് പറഞ്ഞാൽ കൈയടിച്ചു. ഹെർ ഹാൻഡ്സ് കൈയടിച്ചു. ആൻഡ് റോബോ യു ആർ സോ വണ്ടർഫുൾ, നീ ഭയങ്കര വണ്ടർഫുൾ ആണെന്ന് പറയാണ്. ദെൻ നെക്സ്റ്റ്, ഈസ് റോബോ ഈസ് സൂപ്പർ റോബോട്ട്? റോബോ ഒരു സൂപ്പർ റോബോട്ടാണോ? ഡു യു ലൈക്ക് റോബോ? നിങ്ങൾക്ക് റോബോയെ ഇഷ്ടമായോ എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ദ റെയിൻ സ്റ്റോപ്ഡ്. മഴ നിന്നു. ദ റെയിൻ സ്റ്റോപ്ഡ്. സൂപ്പ്. അങ്ങനെ റെയിൻ എന്തായി? സ്റ്റോപ്പായി. അപ്പോൾ സൂപ്പ്. ദ അംബർല ബിക്കം എ റോബോട്ട് അഗെയിൻ. അങ്ങനെ നമ്മുടെ വലിയ എ ബിഗ് അംബർല എന്തായിട്ട് മാറി? ബിക്കെയിം, ആയിത്തീർന്നു. എ റോബോട്ട് അഗെയിൻ, റോബോട്ടായിട്ട് വീണ്ടും മാറി. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. സൂൺ എ ക്രോ ടുക്ക് എവേ സിയാസ് ക്യാപ്പ്. പെട്ടെന്ന്, സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. എ ക്രോ ഒരു കാക്ക എന്ത് ചെയ്തു? ടുക്ക് എവേ എന്ന് പറഞ്ഞാൽ എടുത്തുപോയി, അതായത് എടുത്തുകൊണ്ടുപോയി. എന്ത്? സിയാസ് ക്യാപ്പ്, സിയയുടെ തലയിലുള്ള തൊപ്പിയെ എടുത്തുകൊണ്ടുപോയി. വേർ വിൽ ദ ക്രോ ടേക്ക് ദ ക്യാപ്പ്? എവിടേക്കായിരിക്കും ഈ കാക്ക തൊപ്പിയെ കൊണ്ടുപോകുന്നത്? വാട്ട് വിൽ റോബോ ഡു നൗ? ഇനി എന്തായിരിക്കും നമ്മുടെ റോബോ ചെയ്യുക? നമുക്ക് നോക്കാം. ഓ മൈ ക്യാപ്പ്, റോബോ പ്ലീസ് ഹെൽപ്പ് മീ, സിയ ക്രൈഡ്. ഓ എൻ്റെ തൊപ്പി, റോബോ എന്നെ പ്ലീസ് ഹെൽപ്പ് മീ, ഒന്ന് സഹായിക്ക്, സിയ ക്രൈഡ്. ക്രൈ എന്ന് പറഞ്ഞാൽ കരഞ്ഞു. സിയ ക്രൈഡ്. ബീപ്പ് ബീപ്പ്, റോബോ സ്ക്രീൻ ഫ്ലാഷ്ഡ് അഗെയിൻ. റോബോയുടെ സ്ക്രീന് വീണ്ടും ഫ്ലാഷ് അടിച്ചു. ഫ്ലാഷ് പറഞ്ഞാൽ എന്താ പറയുക? ലൈറ്റ് മിന്നി. എന്താണ്? ദ ക്യാപ്പ് ഈസ് ഓൺ ദ മാംഗോ ട്രീ. ക്യാപ്പ് എവിടെയുള്ളത്? യെസ്, ക്യാപ്പ് എന്ന് പറഞ്ഞാൽ തൊപ്പി. ക്യാപ്പ് ഈസ് ഓൺ ദ മാംഗോ ട്രീ. മാങ്ങ മരത്തിലാണ് ഉള്ളത്, മാവിന്മേലാണ് ഉള്ളത്. സെഡ് റോബോ പറഞ്ഞു. ഗെറ്റ് ഇറ്റ് ഫോർ മീ. അതൊന്നും എടുത്തൊരു. ഗെറ്റ് ഇറ്റ്, എടുത്തു തരിക. ഫോർ മീ, എനിക്ക് വേണ്ടി. പ്ലീസ്. ജസ്റ്റ് എ മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്, ഇപ്പോൾ എടുത്തരാം എന്ന് നമ്മളെ റോബോ പറയണം. ഹൗ വിൽ റോബോ ഹെൽപ്പ് സിയ? ഈ അവസരത്തിൽ നമ്മളെ റോബോ എങ്ങനെയായിരിക്കും സിയെ ഹെൽപ്പ് ചെയ്യുക? നമുക്ക് നോക്കാം. ബുർർ, റോബോസ് ഹാൻഡ് ഗ്രീവ് ലോങ്. റോബോയുടെ ഹാൻഡ് എന്ത് ചെയ്തു? നീളം വെച്ചു. ഗ്രീവ് ലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീണ്ട് വളർന്നു. ആൻഡ് റോബോ പുൾ ദ ബ്രാഞ്ച് ഡൗൺ. അങ്ങനെ എന്ത് ചെയ്തു? റോബോ എന്ത് ചെയ്തു? ബ്രാഞ്ചിനെ താഴത്തേക്ക് പുൾ ചെയ്തു. വലിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? സിയ ടേക്ക് ദ ക്യാപ്പ്. സിയ വേഗം ക്യാപ്പ് എടുക്ക്. ടേക്ക് ദ ക്യാപ്പ് പറഞ്ഞാൽ ക്യാപ്പ് എടുക്കുക. സെഡ് റോബോ. സിയ റേസ്ഡ് ഹെർ ഹാൻഡ്. സിയ എന്ത് ചെയ്തു? സിയ അവളുടെ കൈ ഉയർത്തി. ടു ടേക്ക് ദ ക്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. വിർ, റോബോസ് ഹാൻഡ് ഗ്രീവ് ലോങ്. റോബോ പുൾഡ് ദ ബ്രാഞ്ച് ഡൗൺ. ദെൻ സിയ ടേക്ക് ദ ക്യാപ്പ്, സെഡ് റോബോ.
Zia raised her hands to take the cap. Can Zia take the cap? അവളങ്ങനെ റേസ് ചെയ്തെങ്കിൽ അവൾക്ക് തൊപ്പി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ക്യാപ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് നോക്കാം. Soon a strong wind blew. The wind took the cap away. Robo, where is my cap? Zia cried. Beep, beep. Robo screen flashed again. See, your cap is now in the city park. Oh, it is far away. അപ്പോൾ soon a strong wind blew. പെട്ടെന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായ കാറ്റ് എന്ത് ചെയ്തു, വീശി. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്, ബ്ലൂ എന്ന് പറഞ്ഞാൽ വീശി. സൂൺ എ സ്ട്രോങ് വിൻഡ് ബ്ലൂ. പെട്ടെന്ന് ഒരു നല്ല ശക്തമായ കാറ്റ് വീശി. ദ വിൻഡ് ടുക്ക് ദ ക്യാപ്പ് അവേ. ഈ കാറ്റ് ക്യാപ്പ് തൊപ്പിയെ എടുത്തുകൊണ്ട് പോയി. ടുക്ക് അവേ എടുത്തുകൊണ്ട് പോയി. റോബോ വേർ ഇസ് മൈ ക്യാപ്പ്? സിയ ക്രൈഡ്. അപ്പം എന്താണ്, റോബോ വേർ ഇസ് മൈ ക്യാപ്പ്? എവിടെയാണ് എൻ്റെ തൊപ്പി? സിയ എന്ത് ചെയ്തു, കരഞ്ഞു. ക്രൈഡ് എന്ന് പറഞ്ഞാൽ കരയുക. ബീപ് ബീപ്. റോബോ സ്ക്രീൻ ഫ്ലാഷ്ഡ് അഗെയിൻ. അപ്പം എന്ത് ചെയ്തു, റോബോയുടെ സ്ക്രീനിൽ വീണ്ടും ഫ്ലാഷ് അടിച്ചു, അതായത് മിന്നി. എന്നിട്ടെന്താ സംഭവിച്ചത്? സി യുവർ ക്യാപ്പ് ഈസ് നൗ ഇൻ ദ സിറ്റി പാർക്ക്. നോക്ക്, സി എന്ന് പറഞ്ഞാൽ നോക്ക്. എന്താണ് യുവർ ക്യാപ്പ്? നിൻ്റെ ക്യാപ്പ് ഈസ് നൗ ഇൻ ദ സിറ്റി പാർക്ക്. എവിടെയുള്ളത്? നമ്മുടെ പട്ടണത്തിലുള്ള ഒരു പാർക്കിലാണ് നിൻ്റെ തൊപ്പിയുള്ളത്. ഹൂ ഇറ്റ് ഈസ് ഫാർ അവേ. നമ്മൾ നിൽക്കുന്നത് സ്ഥലത്തു നിന്ന് ആ സിറ്റിയിലേക്ക് വളരെ ദൂരമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓ ഇറ്റ് ഈസ് ഫാർ അവേ. ഫാർ എന്ന് പറഞ്ഞാൽ ദൂരെ, എവേ കുറേ. ഓ ഇറ്റ് ഈസ് ഫാർ അവേ, കുറേ ദൂരെയാണ്. ഹൗ വിൽ ദേ റീച്ച് ദ സിറ്റി പാർക്ക്? ഈ അവസരത്തിൽ ഹൗ വിൽ ദേ റീച്ച് ദ സിറ്റി പാർക്ക്? എങ്ങനെയായിരിക്കും അവർ സിറ്റി പാർക്കിലേക്ക് എത്തുക? നോക്കാം. സൂപ്പ് സൂപ്പ്. റോബോ ഗ്രീവ് ബിഗ്. അപ്പം എന്താണ് സൂപ്പ് സൂപ്പ്? റോബോ ഗ്രീവ് ബിഗ്. റോബോ എന്ത് ചെയ്തു, വളരെ വലുതായി. എന്നിട്ട് എന്തായി? ക്ലൈംബ് ഓൺ മൈ ബാക്ക് ക്യുക്ക്. നീ എൻ്റെ പുറത്ത് കയറ്, പെട്ടെന്ന് എൻ്റെ പുറത്ത് കയറ്. ബാക്ക് എന്ന് പറഞ്ഞാൽ പുറം, ക്യുക്ക് പെട്ടെന്ന്. സെഡ് റോബോ. സൂം. റോബോ ഫ്ലൂ അവേ. അങ്ങനെ റോബോ എന്ത് ചെയ്തു, ഫ്ലൂ അപ്പ്, എന്ത് ചെയ്തു, പറക്കാൻ തുടങ്ങി. ആൻഡ് ദേ ഫ്ലൂ ഓവർ ദ ട്രീസ് ആൻഡ് ഹൗസ്. അവർ ഏതിൻ്റെ മേലെ കൂടെയൊക്കെയാണ് ഫ്ലൂ ചെയ്ത് പോണത്? ട്രീസ് ആൻഡ് ഹൗസ്, മരങ്ങളുടെയും വീടുകളുടെയും മേലെ കൂടെ അവർ ഫ്ലൂ അപ്പായി. ആൻഡ് വിൽ സിയ ഗെറ്റ് ഹർ ക്യാപ്പ് ബാക്ക്? സിയക്ക് അവളുടെ ക്യാപ്പ് തിരിച്ചു കിട്ടുമോ? നമുക്ക് നോക്കാം. സിയ ആൻഡ് റോബോ റീച്ച് ദ ബാക്ക്. അങ്ങനെ സിയയും റോബോയും റീച്ച് ദ പാർക്ക്. പാർക്കിലെത്തി. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക. ദേ സോ എ ബോയ് ഓൺ ദ ബെഞ്ച്. അവർ ഒരു ആൺകുട്ടിയെ അവിടെയുള്ള ഒരു ബെഞ്ചിൽ കണ്ടു. ഇറ്റ് ഈസ് മൈ ക്യാപ്പ് സിയ സെഡ് ടു ദ ബോയ്. സിയ എന്ത് ചെയ്തു, ആ ബോയിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? സെഡ് എന്ന് പറഞ്ഞാൽ പറയുക. ഇറ്റ് ഈസ് മൈ ക്യാപ്പ്, അത് എൻ്റെ തൊപ്പിയാണ്. ഓ ഈസ് ഇറ്റ് യോസ്? ഓ ഇത് നിൻ്റെതാണോ ഈ തൊപ്പി? ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ ബെഞ്ച്. എനിക്ക് എവിടുന്നാണ് കിട്ടിയത്? എനിക്ക് ബെഞ്ചിൽ നിന്ന് കിട്ടി. ഐ ഗോട്ട് ഇറ്റ്, എനിക്ക് കിട്ടി, കണ്ടു കിട്ടി. എന്ത്? ഫ്രം ദ ബെഞ്ച്, ബെഞ്ചിൽ നിന്ന്. ദ ബോയ് ഗേവ് ദ ക്യാപ്പ് ബാക്ക് ടു സിയ. അങ്ങനെ ബോയ് എന്ത് ചെയ്തു, ആൺകുട്ടി ഗേവ് ദ കൊടുത്തു, ദ ക്യാപ്പ് തൊപ്പി, ബാക്ക് ടു സിയ തിരിച്ച് സിയയിലേക്ക് ഏൽപ്പിച്ചു. ഡിഡ് ദ ബോയ് സീ റോബോ? ബോയ് റോബോയെ കണ്ടിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ദ ബോയ് ലുക്ക്ഡ് അറ്റ് ദ റോബോ. ഹൂ ഈസ് ഇറ്റ്? അപ്പം നമ്മുടെ സിയ എന്ത് പറയണമെന്ന് നോക്കാം. ദിസ് ഈസ് മൈ ഫ്രണ്ട് റോബോ, ഇറ്റ് ഈസ് എ റോബോട്ട്. ഹലോ ഫ്രണ്ട്, സെഡ് റോബോ. കം ലെറ്റ് us walk around the park. Oh sorry, I cannot walk like you. The boy looked at his walker. I am sorry dear എന്ന് പറയാണ്. ഓ I am sorry, I cannot walk like you. And the boy looked at the walker. I am sorry dear said Zia. അപ്പം എന്താണ്? The boy looked at the robo. ബോയ് എന്ത് ചെയ്തു, റോബോയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, ഹൂ ഈസ് ദിസ്? ഇതാരാണ്? ദിസ് ഈസ് മൈ ഫ്രണ്ട് റോബോ, ഇറ്റ് ഈസ് എ റോബോട്ട്. ഇത് എൻ്റെ കൂട്ടുകാരനാണ്, റോബോ എന്നാണ് പേര്. ഇറ്റ് ഈസ് എ റോബോട്ട്, അതൊരു റോബോട്ടാണ്. ഹലോ ഫ്രണ്ട് സെഡ് റോബോ. അപ്പോൾ റോബോ എന്ത് പറയാണ്? ഹലോ ഫ്രണ്ട്, ഏയ് കൂട്ടുകാരാന്ന് പറയാണ്. കം ലെറ്റ് us walk around the park. വരൂ നമുക്ക് പാർക്കിന് ചുറ്റും നടക്കാം. എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും, വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, ലെറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക്. ഓ സോറി, എനിക്ക് കഴിയില്ല. എന്താണ്? ഐ കനോട്ട് വാക്ക് ലൈക്ക് യു. ഐ കനോട്ട്, എനിക്ക് സാധിക്കില്ല. വാക്ക് ലൈക്ക് യു, നിന്നെ പോലെ നടക്കാൻ എനിക്ക് സാധിക്കില്ല. ലൈക്ക് യു എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ. ഓക്കെ, വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഹിസ് വാക്കർ. അങ്ങനെ ബോയ് എന്തിലേക്ക് നോക്കാണ്? തൻ്റെ വാക്കറിലേക്ക് നോക്കുകയാണ്. ലുക്ക്ഡ് അറ്റ് ആണ് നോക്കുക, അറ്റ് അതിലേക്ക്. ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഹിസ് വാക്കർ. ഐ ആം സോറി ഡിയർ സെഡ് സിയ. സിയ എന്ന് പറയണം, ഐ ആം സോറി എന്ന് പറയാണ്. വാട്ട് വിൽ റോബോ ഡു? ഈ അവസരത്തിൽ നമ്മൾ റോബോ എന്തായിരിക്കും ചെയ്യുക? നമുക്ക് നോക്കാം. ഹേയ് ഡോണ്ട് വറി, ജസ്റ്റ് എ മിനിറ്റ്, റോബോ സെഡ്. ബീപ് ബീപ്. വുർ വുർ.
റോബോ ടേൺ ഇൻ ടു എ വീൽ ചെയർ. ദ ബോയ് വാസ് സർപ്രൈസ്. സിറ്റ് ഓൺ ദിസ് സെഡ് സിയ. അപ്പം എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഹേയ് ഡോണ്ട് വെറി. ഏയ് വെറി ആവല്ലേ, നീ വിഷമിക്കല്ലേ, ജസ്റ്റ് മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്, റോബോ സെഡ്. റോബോ പറഞ്ഞു. ബി ബിർ. റോബോ ടേൺ ഇൻ ടു എ വീൽ ചെയർ. അങ്ങനെ റോബോ എന്തായിട്ട് മാറി? വീൽ ചെയർ ആയിട്ട് മാറി. ദ ബോയ് വാസ് സർപ്രൈസ്ഡ്. സിറ്റ് ഓൺ ദിസ് സെഡ് സിയ. അപ്പം എന്താണ്? ദ ബോയ് വാസ് സർപ്രൈസ്ഡ് ആൻഡ് സിറ്റ് ഓൺ ദിസ് സെഡ് സിയ. ബോയ് എന്തായി? സർപ്രൈസ്ഡ് ആയി, അത്ഭുതപ്പെട്ടു പോയി. ആൻഡ് സിറ്റ് ഓൺ ദിസ്, ഇതിൽ ഇരിക്കൂ എന്ന് സിയ പറയാണ്. സോ ദ ബോയ് റോബോ ടേൺ ഇൻ ടു എ വീൽ ചെയർ. ടേൺ ഇൻ ടു എന്ന് പറഞ്ഞാൽ മാറി തീരുക. നമുക്ക് നോക്കാം. വേർ വിൽ ദേ ഗോ? ഇനി എവിടേക്കായിരിക്കും അവർ പോവുക? വിൽ സിയ ടേക്ക് ദ ബോയ് ഹോം? സിയ ആ ആൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? നമുക്ക് നോക്കാം. സിയ ഹെൽപ്ഡ് ദ ബോയ് സിറ്റ് ഓൺ ദ വീൽ ചെയർ. സിയ എന്ത് ചെയ്തു? ഹെൽപ്പ് ഓൺ ദ ബോയ്, ആൺകുട്ടിയെ സഹായിച്ചു. സിറ്റ് ഓൺ ദ വീൽ ചെയർ, വീൽ ചെയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ഷീ പുട്ട് ഹെർ ക്യാപ്പ് ഓൺ ഹിസ് ഹെഡ്. എന്താ സംഭവിച്ചത്? ഷീ പുട്ട് ഹെർ ക്യാപ്പ് ഓൺ ഹിസ് ഹെഡ്. ഷീ പുട്ട്, അവൾ വെച്ചു കൊടുത്തു. എന്ത്? ഹെർ ക്യാപ്പ് ഓൺ ഹിസ് ഹെഡ്, ക്യാപ്പ് തലയിൽ വെച്ചു കൊടുത്തു. ദ വീൽ ചെയർ മൂവ്ഡ് ഓൺ. വീൽ ചെയർ എന്ത് ചെയ്തു? മൂവ് ചെയ്തു. വാട്ട് വിൽ ദേ ഡു ഇൻ ദ പാർക്ക്? ഇനി എന്തായിരിക്കും അവർ പാർക്കിൽ ചെയ്യുക? ദേ പ്ലേഡ് ഇൻ ദ പാർക്ക്. അവർ പാർക്കിൽ കളിച്ചു. ദ ബോയ് ബിക്കം വെരി ഹാപ്പി. ദ ബോയ് ബിക്കം വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ ആ ആൺകുട്ടി വളരെയധികം സന്തോഷിച്ചു. ദേ പ്ലേഡ് ഇൻ ദ പാർക്ക് എന്ന് പറഞ്ഞാൽ അവർ പാർക്കിൽ കളിച്ചു. ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക് സെഡ് സിയ. സിയ എന്ത് പറഞ്ഞു? ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക്. ഇപ്പം നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. ടൈം എന്ന് പറഞ്ഞാൽ സമയം, ഗോ ബാക്ക് പറഞ്ഞാൽ തിരിച്ചു പോവുക. ദ ബോയ് ട്രൈഡ് ടു സ്റ്റാൻഡ് അപ്പ് ഫ്രം ദി വീൽ ചെയർ. നോ നോ സിയ സെഡ് വിത്ത് എ സ്മൈൽ. അപ്പോൾ ബോയ് എന്ത് ചെയ്തു? ട്രൈഡ്, എന്ത് ശ്രമിച്ചു, ടു സ്റ്റാൻഡ് അപ്പ്, നിൽക്കാൻ വേണ്ടിയിട്ട്, ഫ്രം ദ വീൽ ചെയർ, വീൽ ചെയറിൽ നിന്നും എണീക്കാൻ വേണ്ടിയിട്ട് ആ ആൺകുട്ടി ശ്രമിച്ചു. സിയ അപ്പം ഒരു ചെറിയ പുഞ്ചിരിയോടെ എന്ത് പറഞ്ഞു? നോ നോ എന്ന് പറഞ്ഞു. സിയ സെഡ് വിത്ത് എ സ്മൈൽ. സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. വാട്ട് വിൽ സിയ ഡു നൗ? ഇനി എന്തായിരിക്കും നമ്മുടെ സിയ ചെയ്യുക? യെസ്, നമുക്ക് നോക്കാം. ടേക്ക് റോബോ വിത്ത് യു, ഹി വിൽ ഓൾവേസ് ഹെൽപ്പ് യു. റോബോ മൈ ഡിയർ ഗോ വിത്ത് ഹിം, സിയ സെഡ്. ദ വീൽ ചെയർ മൂവ്ഡ് വിത്ത് ദ ബോയ്. സീ യു. സിയ വേവ്ഡ് ഹെർ ഹാൻഡ്സ് അറ്റ് ദം. ഹെർ ഐസ് വർ വെറ്റ് ബട്ട് ഷീ വാസ് ഹാപ്പി. അപ്പം എന്താണ്? ടേക്ക് റോബോ വിത്ത് യു, നീ റോബോയെ നിൻ്റെ കൂടെ കൂട്ടിക്കോ എന്ന് പറയാണ്. എന്നിട്ട് എന്താ പറയണേ? ഹീ വിൽ ഓൾവേസ് ഹെൽപ്പ് യു, അവൻ എപ്പോഴും നിന്നെ സഹായിക്കും. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക, ഓൾവേസ് പറഞ്ഞാൽ എപ്പോഴും. റോബോ മൈ ഡിയർ ഗോ വിത്ത് ഹിം എന്ന് സിയ പറയാണ്. എന്നിട്ട് എന്തും കൂടി പറയാം. റോബോ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ അവൻ്റെ കൂടെ പോയിക്കോ. എന്താണ്? ഗോ വിത്ത് ഹിം, നീ അവൻ്റെ കൂടെ പോവുക. ദ വീൽ ചെയർ മൂഡ് വിത്ത് ദ ബോയ്. അങ്ങനെ വീൽ ചെയർ എന്ത് ചെയ്യുന്നുണ്ട്? മൂഡ് വിത്ത് ദ ബോയ്, ആ ആൺകുട്ടിയെ കൊണ്ടിട്ട് മൂവ് ചെയ്തു. മൂവ് ചെയ്ത് പറഞ്ഞാൽ നീങ്ങി. ദ നെക്സ്റ്റ് സീ യു. സിയ വേവ്ഡ് ഹെർ ഹാൻഡ്സ് അറ്റ് ദം. അങ്ങനെ എന്താണ്? സിയ എന്ത് ചെയ്തു? വേവ്. വേവ് പറഞ്ഞാൽ നമ്മുടെ ടാറ്റ ബൈ ബൈ പറയാം. സിയ വേവ്ഡ് ഹെർ ഹാൻഡ്സ് അറ്റ് ദം. ഹെർ ഐസ് വർ വെറ്റ്. അവരുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ദെൻ ബട്ട് ഷീ വാസ് ഹാപ്പി. ബട്ട് അവളെന്തായിരുന്നു? ഹാപ്പി ആയിരുന്നു. മൈ റോബോട്ട്. ഇനി മൈ റോബോട്ട് എന്നൊരു സോങ് ആണ് സിയ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്. ഹിയർ ഇറ്റ് വാക്ക് അറൗണ്ട് വിത്ത് എ ഹാപ്പി സോങ്. ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്. ഹിയർ ഇറ്റ് വാക്ക് അറൗണ്ട് വിത്ത് എ ഗ്രേറ്റിംഗ് കോൾ. അപ്പോൾ എന്താണ്? ലാകെ അറിയാത്ത രണ്ട് വാക്ക് നിങ്ങൾക്ക്. ഒന്ന് ഗ്രേറ്റിംഗ് ആയിരിക്കും, ഒന്ന് സ്മാർട്ടായിരിക്കും. സ്മാർട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിപൂർവ്വം ഉള്ള ഒരാളെയാണ് സ്മാർട്ട് എന്ന് പറയും. ഗ്രീറ്റിംഗ് എല്ലാവരും നമ്മൾ വിഷ് ചെയ്യില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് എ റോബോട്ട്, എനിക്കുണ്ടൊരു റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്, ഭയങ്കര വലുതുമാണ്, സ്മാർട്ടാണ്. ഹിയർ ഇറ്റ് വാക്ക് അറൗണ്ട്. ഹിയർ ഇറ്റ് വാക്ക് അറൗണ്ട്, ഇത് അവിടെ ഇവിടെ ഇങ്ങനെ അരഞ്ഞു തിരിയും. വിത്ത് എ ഹാപ്പി സോങ്, ഭയങ്കര സന്തോഷപൂർവ്വമുള്ള സൗണ്ടിൽ അല്ലെങ്കിൽ സന്തോഷപൂർവ്വം ഉള്ള പാട്ടിൽ. ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്. ഹിയർ ഇറ്റ് വാക്ക് അറൗണ്ട് വിത്ത് എ ഗ്രേറ്റിംഗ് കോൾ. വിത്ത് എ ഗ്രേറ്റിംഗ് കോൾ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരെയും നല്ല വിഷ് ചെയ്ത് വിളിക്കും. ദെൻ നെക്സ്റ്റ് അതിലുള്ളൊരു ചെറിയ ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. സെലക്ട് ദ സ്യൂട്ടബിൾ സെൻറ്റൻസ് ഫ്രം ദി ബിലോ ആൻഡ് ഫില്ലിങ് ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യണം സ്യൂട്ടബിൾ സെൻറ്റൻസ് ഫ്രം ദി ടേബിൾ, നമ്മൾ സെലക്ട് ചെയ്യണം. ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആദ്യം നമുക്ക് കാണിക്കുന്ന റോബോട്ട് ഫ്ലീ അപ്പ് ചെയ്യുന്നത്
രണ്ടാമത് റോബോട്ട് ബിക്കംസ് ആൻ ബിഗ് അംബ്രല്ല. മൂന്നാമത് എന്താണ് റോബോട്ട് എന്ത് കാണിക്കുന്നതാണ്, ഒരു കീ കാണിക്കുന്നുണ്ട്. നാലാമത് റോബോട്ട് ടേൺ ഇൻ ടു എ വീൽ ചെയർ. അഞ്ചാമത് റോബോൻ്റെ ഗ്രീവ് അപ്പ് ദ ഹാൻഡ്സ്. സോ ലുക്ക് ഹിയർ ഈസ് ദ കീ, ലുക്ക് ഹിയർ ഈസ് ദ കീ. ഇവിടെയുണ്ട് കീ എന്ന് റോബോ പറഞ്ഞ ചിത്രം ഏതാണ്? യെസ്, ദിസ് വൺ. സോ അതിലേക്ക് നമ്മളത് അതേ സെൻറ്റൻസ് എഴുതാം. ഐ ആം എൻ അംബർല നൗ, ഐ ആം എൻ അംബർല നൗ. ഞാനൊരു അംബർലയാണ് ഇപ്പം. യെസ്, സെക്കൻഡ് പിക്ചർ. ഇതിനടുത്ത് മൈ ഹാൻഡ്സ് ആർ ഗ്രോയിങ് ലോങ്. യെസ്, എത്രാമത്തെ പിക്ചറാണ്? യെസ്, ഫിഫ്ത്ത് പിക്ചർ അല്ലേ, ഈ പിക്ചർ. ദെൻ നെക്സ്റ്റ് ലെറ്റസ് ഫ്ലൈ ടു ദ പാർക്ക്. ഫസ്റ്റ് പിക്ചർ അല്ലേ, ലെറ്റസ് ഫ്ലൈ ടു ദ പാർക്ക്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഐ ആം എ വീൽ ചെയർ സിറ്റിംഗ് ഓൺ മീ, ഐ ആം എ വീൽ ചെയർ സിറ്റ് ഓൺ മീ. അപ്പോൾ എന്താണ് അതേതാ പിക്ചർ? യെസ്, എന്താണ് ഫോർത്ത് വൺ. സോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലെല്ലാം ഫില്ല് ചെയ്ത് വിടുക. സെലക്ട് ദ സ്യൂട്ടബിൾ സെൻറ്റൻസ് ഫ്രം ദ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫില്ല് ചെയ്യുക, ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഭാഗം ഫില്ല് ചെയ്യുക. സോ നെക്സ്റ്റ് പോർഷനിലേക്കാണ് കിടക്കാം. ഹണി ഡ്രോപ്പ് റീഡ് ആൻഡ് റിജോയ്സ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഷൂ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂ ബ്ലൂ ഷൂ, ന്യൂ ബ്ലൂ ഷൂ, പുതിയ നീല കളറിലുള്ള ഷൂസ്. നോക്കാം. ടീനു ഗോട്ട് എ പെയർ ഓഫ് ന്യൂ ബ്ലൂ ഷൂസ്, ദേ ആർ ടു സ്മോൾ. അപ്പോൾ എന്താണ്? ടീനു എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിക്ക് എന്ത് കിട്ടി? ഗോട്ട് കിട്ടി. എ പെയർ ഓഫ് ഒരു കൂട്ടം എന്ത്? ന്യൂ ബ്ലൂ ഷൂസ്, എന്താണ്? പുതിയ നീല കളർ ഷൂസ്. ബട്ട് ദേ ആർ സ്മോൾ, ദേ ആർ ടു സ്മോൾ, അത് വളരെ ചെറുതായിരുന്നു. ദേ ആർ ടു സ്മോൾ. ഡോണ്ട് വറി, ഐ വിൽ ഗിറ്റ് യു എ ന്യൂ ഷൂ. അപ്പോൾ എന്താണ്? അതിന് മുമ്പ് നമ്മുടെ ടീനു ഗ്രാൻഡ്പയോട് പറയാണ്. എങ്ങനെ പറയുന്നത്? നല്ല രീതിയിലാണ് പറയുന്നത് അല്ല അല്ലേ, ആൻഗ്രി ആയിട്ടാണ് പറയുന്നത്. ഗ്രാൻഡ് പാ, ഐ വോണ്ട് ന്യൂ ബ്ലൂ ഷൂ. എനിക്ക് നിർബന്ധമായിട്ട് എന്ത് വേണം? ബ്ലൂ ന്യൂ ഷൂസ് വേണം, നല്ല പുതിയ നീല കളർ ഷൂസ് വേണം. ഡോണ്ട് വറി, ഐ വിൽ ഗെറ്റ് യു ന്യൂ ബ്ലൂ ഷൂസ് എന്ന് ഗ്രാൻഡ് പാ പറയാണ് അല്ലേ. ഡോണ്ട് വറി, നീ പേടിക്കണ്ട. ഐ വിൽ ഗെറ്റ് യു, ഞാൻ നിനക്ക് എന്താണ് എടുത്തു തരും. എന്ത്? എ ന്യൂ ബ്ലൂ ഷൂ, എന്ത്? പുതിയ നീല കളർ ഷൂസ്. അങ്ങനെ ഇവർ എവിടേക്ക് പോവാണ്? ഷൂ ഷോപ്പിലേക്ക് പോവാണ്. ഗ്രാൻഡ് പാ ആൻഡ് ടീനു വെൻറ്റ് ടു ദ ഷൂ ഷോപ്പ്. ഗ്രാൻഡ് പേയും ടീനുവും എവിടേക്ക് പോയി? വെൻറ്റ്, പോയി. ടു ദ ഷൂ ഷോപ്പ്, എന്താണ്? ഷൂവിൻ്റെ കടയിലേക്ക് പോയി, ചെരുപ്പ് കടയിലേക്ക് പോയി. ഷോപ്പ് എന്ന് പറഞ്ഞാൽ കട. നെക്സ്റ്റ് നോക്കാം. സീ ദീസ്, ഓൾ ദീസ് ആർ യെല്ലോ, ഐ വോണ്ട് ബ്ലൂ ഷൂസ്. സീ ദീസ്, ഇത് നോക്ക്. ഗ്രാൻഡ് പാ പറയാണ് ഓൾ ദീസ് ആർ യെല്ലോ, ഇതെല്ലാം മഞ്ഞയാണ്. യെല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ. ഐ വാണ്ട് ബ്ലൂ ഷൂസ്, എനിക്ക് വേണ്ടത് എന്താണ്? നീല ഷൂസാണ്. ലെറ്റ് us ഗോ ടു ദ നെക്സ്റ്റ് ഷോപ്പ്, നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ പോകാമെന്നുള്ള നമ്മളെ പൂച്ച പറയാണ്, ക്യാറ്റ്. ലെറ്റ് us ഗോ, നമുക്ക് പോകാം. ടു ദ നെക്സ്റ്റ് ഷോപ്പ്, അടുത്ത ഷോപ്പിലേക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഷോപ്പിലേക്ക്. അപ്പം എന്താണ്? ലുക്ക് ദേ ആർ സൂപ്പർ. അപ്പം എന്താ പറയുക? ഗ്രാൻഡ് പാ പറയാണ് ലുക്ക്, അത് നോക്ക്. ദേ ആർ സൂപ്പർ, അത് അടിപൊളിയാണ്. ബട്ട് ദേ ആർ ഓൾ പിങ്ക് ആൻഡ് ബ്ലാക്ക്. ബട്ട് അവയെല്ലാം, ദേ ഓൾ എല്ലാം പിങ്ക് ആൻഡ് ബ്ലാക്ക്, അവയെല്ലാം എന്താണ്? പിങ്കും ബ്ലാക്കും നിറത്തിലാണ് ഉള്ളത്. ദേ വർ നോ ബ്ലൂ ഷൂസ്, അവിടെ എന്തില്ലായിരുന്നു? നോ ബ്ലൂ ഷൂസ്, ഒരു നീല കളർ ഷൂസും ഇല്ലായിരുന്നു. സോ ദേ വെൻറ്റ് ടു ദി നെക്സ്റ്റ് ഷോപ്പ്, അതുകൊണ്ട് അവർ എവിടേക്ക് പോയി? നെക്സ്റ്റ് ഷോപ്പ്, അടുത്ത ഷോപ്പിലേക്ക് പോയി. എന്നിട്ട് എന്താ സംഭവിച്ചത് നോക്കാം. ഐ വാണ്ട് ബ്ലൂ ഷൂസ് ഗ്രാൻഡ് പാ, നൈസ് റെഡ് ഷൂസ്. അപ്പം നമ്മുടെ ഗ്രാൻഡ് പറയാൻ നൈസ് റെഡ് ഷൂസ്, ഓ നല്ല രസമുള്ള റെഡ് ഷൂസ്, ചുവപ്പ് ഷൂസ്. ഐ വാണ്ട് ബ്ലൂ ഷൂസ് ഗ്രാൻഡ് പാ, എനിക്കെന്താ വേണ്ടത്? എനിക്ക് ബ്ലൂ ഷൂസാണ് വേണ്ടത് എന്ന് പറയാണ് ഗ്രാൻഡ് പാ എന്ന് പറയണേ. ബട്ട് ദേ വർ റെഡ് ഷൂസ് ഓൺലി, എന്താണ്? ബട്ട് ദേ വർ റെഡ് ഷൂസ് ഓൺലി, അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? റെഡ് കളർ, ചുവപ്പ് കളർ ഷൂസ് മാത്രമേ ഉള്ളൂ. സോ ദേ വെൻറ്റ് ടു ദ ലാസ്റ്റ് ഷോപ്പ്, അങ്ങനെ അവർ അവസാനത്തെ കടയിൽ കയറി. സോ ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ. നെക്സ്റ്റ് നോക്കാം. വിൽ ദർ ബി ബ്ലൂ ഷൂസ് ഗ്രാൻഡ് പാ, ഇനി ആ ലാസ്റ്റ് പോകുന്ന കടയിൽ ബ്ലൂ ഷൂസ് ഉണ്ടാകുമോ എന്നാണ് ടീനുടെ ചോദ്യം. വിൽ ദർ ബി, അവിടെ ഉണ്ടായിരിക്കോ എന്ത്? ബ്ലൂ ഷൂസ്, നീല കളർ ഷൂസ് ഗ്രാൻഡ് പാ മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ്. ഷുവർ ഡിയർ, ഉറപ്പായിട്ടും. ഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പ്, തീർച്ചയായും എന്നൊക്കെ പറയും. ഹായ് ബ്ലൂ ഷൂസ് എന്ന് പറയാണ്. എന്താ പറയുന്നത്? ഹായ് ബ്ലൂ ഷൂസ്, ഹായ് നല്ല രസമുള്ള നീല കളർ ഷൂസ്. ദ ലാസ്റ്റ് ഷോപ്പ് വാസ് ഫുൾ ഓഫ് ബ്ലൂ ഷൂസ്. ലാസ്റ്റ് ഷോപ്പ്, അവസാന കട. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനം, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത്. ഓക്കെ, അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഷോപ്പ് വാസ് ഫുൾ ഓഫ് ബ്ലൂ ഷൂസ്, എന്താണ്?
മുഴുവൻ, ഫുൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ, ഓഫ് ബ്ലൂ ഷൂസ് എന്താണ്, നീല ഷൂസ് ആയിരുന്നു. എന്താ സംഭവിച്ചാൽ നോക്കാം. നമ്മുടെ നീല ഷൂസിൻ്റെ കടയിലില്ലേ അടിപൊളിയായിട്ട് ഒക്കെ ഇഷ്ടപ്പെട്ട ഷൂസ് അവർക്ക് കിട്ടി. ദേ ആർ ഓൾ ബ്ലൂ. ഈ അടുത്ത കൺഫ്യൂഷൻ എന്താണ്, വിച്ച് വൺ ഷുഡ് ഐ ടേക്ക്, ഇനി ഇതിലേതെടുക്കും. അപ്പം ദേ ആർ ഓൾ ബ്ലൂ, അവയെല്ലാം നീലയാണ്. വിച്ച് വൺ, ഇതിൽ ഏത്, ഇതിലൊന്ന് ഏതായിരിക്കും എടുക്കുക, ഷുഡ് ഐ ടേക്ക്, എടുക്കുക എന്ന് ആലോചിക്കാണ്. അങ്ങനെ എന്താ സംഭവിക്കുന്നത്, യെസ്, കളർ ദ ഷൂസ്. ഇനി നിങ്ങളോട് ഈ ഷൂസ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളറിലുള്ള ഷൂസ് നിങ്ങൾ കളർ ചെയ്യാനാണ്, പെയിൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് ഈ ഒരു ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. ഇതാണ് നമ്മുടെ പാഠം. അങ്ങനെ ടിനുവിന് അവളുടെ എന്താണ് ബ്ലൂ ഷൂസ് കിട്ടി. സോ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ആക്ടിവിറ്റി പുസ്തകത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. ഓരോ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ഈ ചാനലിലെ ക്ലാസ് 1 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കിട്ടാതിരിക്കുകയാണെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ പോവുക. അതിൽ ക്ലാസ് 1 ഇംഗ്ലീഷിൽ ഞാൻ ആക്ടിവിറ്റീസും കൂടി ഉൾപ്പെടുത്തും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1ൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ടായിരിക്കും വരിക. സോ ഇതുവരെയുള്ള ക്ലാസ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. സോ എന്തെങ്കിലും പോരായ്മകളോ മനസ്സിലാവാത്തതായിട്ടുള്ള എന്തെങ്കിലും വേർഡ്സോ അതിനർത്ഥമോ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ എന്തെങ്കിലും പോരായ്മയോ അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അടിച്ചമർത്തുക. സോ ഇത്രയേ ഉള്ളൂ. So bye until now. Thank you for watching.